ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വീഡിയോ ഇടാനൊക്കെ നേരം വൈകി. എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടായിരുന്നല്ലോ. ഇന്ന് തീരെ സുഖമല്ല. രാവിലെ തന്നെ എന്താ പറയുക, ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ച് വന്ന് പിന്നെ മരുന്നൊക്കെ കുടിച്ചതിന് ശേഷം തല പൊങ്ങുന്നില്ല. ഭയങ്കര ക്ഷീണം. നല്ല ഡോസുള്ള മരുന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ക്ഷീണമായിട്ട് അപ്പോൾ അവിടെ കിടന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എണീച്ച് കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് വീട്ടിൽ ഉമ്മയൊന്നും ഇല്ലല്ലോ, തറവാട്ട്. അപ്പോൾ അവിടെ കോഴിയും പൂച്ചയും നല്ലോണം കുറേ സാധനങ്ങളുണ്ട്, തീറ്റ കൊടുക്കാൻ. അത് ഇതൊക്കെ വന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. നമുക്ക് വിശക്കുന്നില്ലേ? ഇവിടെ വാ വാ ചിമ്പി വാ. ഒരു പൂച്ച ഉണ്ട് ഇവിടെ, എൻ്റെ അമ്മൻ്റെ പെറ്റാ. അപ്പോൾ അവനെന്തോ തിന്നോന്ന് ആർക്കറിയാം. നീ എന്തോ കഴിച്ചോ? അങ്ങോട്ട് വാ, വാടാ. ഞാൻ വരുന്നുണ്ടോ വിളിക്കുമ്പോൾ? വാ അങ്ങോട്ട് വാ. ഈയിടെ അതിന് എനിക്ക് വിശക്കില്ല. എന്താ കഴിച്ചോ? വാ. ദാ എൻ്റെ മിലു ഉണ്ട് കേട്ടോ കൂടെ. മിലു ഇതാ ഉറങ്ങി നീച്ചാണ്. അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച്. ഫോണിപ്പോൾ വീണ് വീഴാണ്. ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ അതിലേക്ക് ഇട്ട് തരാം. ധൃതി കൂട്ടല്ലേ. ഒന്നായിട്ട് തരുമൊന്നുമില്ല, ഇച്ചിരോ തരുള്ളൂ. ഇങ്ങോട്ട് നിൽക്കടാ. ഒക്കെ തൊഴിഞ്ഞില്ലേ ഇറക്കിൽ? ആ മുഖത്തോടല്ലേ രോമം കൈമലാവും. നല്ലോണം വിശക്കുണ്ടോ? അന്ന് എന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇവിടെ തന്നെ കുത്തിരിക്കല്ലേ? കുറേ കൊടുത്താൽ അവനൊക്കെ തിന്നു. അത് മതിയാവോ ഒന്നേക്ക്? അമ്മ ചേർത്തില്ല. ചിമ്പേ നീടാ അതിനോ കടിക്കും. വാ കടിച്ചാലോ, കൈ തൊള്ളേ കൊണ്ടുപോകല്ലേ. ആ കഴിച്ചോ ചോദിച്ചോക്ക്. നമുക്ക് വിശക്കുണ്ടായിനോ ചോദിച്ചോക്ക്. വിശക്കുണ്ടോ ചോദിക്ക്. ആ വിശക്കുണ്ടോ ചോദിക്കും അവനോട്. ആ വിശക്കുണ്ടോന്നാ ചോദിക്കണ്ടേ, ഇതൊന്നും അല്ല. ഓ ഈ ഉറങ്ങിയതിനോ ചോദിച്ചോക്ക് അവനോട്. ആ ഒക്കെ തിന്നിട്ടടാ ചിമ്പേ. ആ പോയി നോക്കാം. താറാവൊക്കെ നിലവിളിക്കുന്നുണ്ട്. ഇതിനെ നടക്ക് നടക്ക് ഇടുകല്ലേ. ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടേ ഇല്ലെന്ന്. എന്താ വില സ്ഥിതി. പിന്നെ അമ്മ അവിടെ അടുത്തൊരു വീട്ടിലൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഫുഡൊക്കെ കൊടുക്കാൻ. എനിക്ക് പിന്നെ വില എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഉമ്മക്കറിയാം ആവൂലെന്നുള്ളത്. എന്നാലും വന്ന് നോക്കണമല്ലോ. വെള്ളമുണ്ടോ തീറ്റുണ്ടോ നമുക്ക്. വീട്ടിലാളില്ലെങ്കിൽ വീടുണ്ടില്ലേ അനാഥമായി കിടക്കും. പുല്ലൊക്കെ നിറഞ്ഞിട്ട് ഇന്നലെ കറക്റ്റ് കാണിക്കാൻ പറ്റില്ലല്ലോ സ്ഥലമല്ലേ. ഞാൻ ക്യാമറ അങ്ങനെ പിടിച്ചോണ്ടതിനെ. ഇതാണ് നമ്മളെ സ്ഥലം. ഇവിടെ നമ്മളീ തോട്ടപ്പം യൂണിവേഴ്സിറ്റീൻ്റെ ആൾക്കാർ എടുത്തുങ്ങാനിപ്പോൾ അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊന്തുക. നമ്മളതിൽ കണ്ട ആ മതിലിനെ അങ്ങോട്ട് യൂണിവേഴ്സിറ്റിക്കാരെ തോട്ടാപ്പോൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു 5-6 നിലമായിട്ട് ബിൽഡിങ് എത്രയോ നില പൊന്തിയുണ്ട് കേട്ടോ. മേലെ മണ്ടയൊക്കെ കാണുന്നില്ല. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കുന്നതിനാ കുന്നൊക്കെ ഒരു ഇടിച്ച് JCB വെച്ചിങ്ങനെ 1-1.5 വർഷമായി മാന്തി ലെവലായിട്ടൊരു ഗ്രൗണ്ട് പോലാക്കി. അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഒക്കെ പുല്ലും ഇതൊക്കെ ആയി കിടക്കുക. അമ്മ ഹോസ്പിറ്റലായത് കൊണ്ട് അനിയത്തി പ്രസവിച്ചിട്ടോ, പെൺകുട്ടിയാണ്. അപ്പോൾ ഞങ്ങളെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആളും കൂടി വന്നു. ഇതൊക്കെ അമ്മൻ്റെ പൂവും കാര്യങ്ങളും കൃഷിയാണ്. ഞാൻ പറയും ഇത് പൂവല്ല, ഫുള്ള് കാടാണ്. ഇന്ന് കാടും തോട്ടവും ചട്ടിയിലൊക്കെ ആക്കി നടാൻ പറ്റിയ സാധനങ്ങളാണ്. പക്ഷെ അമ്മ ഒക്കെ ഇങ്ങനെയുള്ള എല്ലാത്തിലും നട്ടുവെച്ചാ. കണ്ടത് നല്ല എന്താ പറയുക, നല്ല ചട്ടിയിലൊക്കെ ആക്കിയാൽ അത് നല്ല അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, ഇതൊക്കെ എത്രയോ വർഷമായ സാധനം കേട്ടോ. ഞാനൊക്കെ ചെറുതായി സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ നട്ട സാധനമാണ്. അതിങ്ങനെ വള്ളി പോലെയാവും. ബൊക്ക ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതാണിത്. ഇതിങ്ങനെ പൊന്തും. ഇതിനെ മണ്ടയിലൊരു കയറെത്തിയിട്ട് അവിടെ കെട്ടിക്കൊടുക്കും. പിന്നെ അത് ഉണങ്ങും. പിന്നെ കണ്ട ഒരുപാട് കിഴങ്ങുണ്ട്, വിത്ത് അതിൻ്റെ ചുവട്ടിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തോട്ടത്തിൽ. കണ്ട പുതിയ പശുവൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടിലുള്ളവരെന്താണ് സ്ഥിതി? മുട്ടയിട്ടെങ്ങാൻ ബാബ ഇനി എന്താക്കുക? ഈ എന്താക്കുക? വെളുതണ്ട അവൾക്ക് ഇതാ പണി. ഇവിടെ വന്നാൽ അന്നപ്പോൾ അതിൻ്റെ മണ്ടയിൽ കുറച്ച് കാന്താരിമുളക് ഉണ്ട്. ഇതൊക്കെ അതിങ്ങി പറിച്ചിട്ട് എൻ്റെ കണ്ണിലായാൽ എരിയും. എനിക്ക് ഒരു കൊതുതാ ചോര കുടിക്കുന്നത്. ഔ കൊതുകിനറിയില്ലല്ലോ ഇത് മിലുവാണ്, കടിക്കരുത് എന്നൊന്നും. കൂട്ടിലെ സ്ഥിതി ഇപ്പം എന്താ,
എന്തുവാ സ്ഥിതി? തീറ്റയൊക്കെ ഉണ്ടല്ലോ, വെള്ളമില്ല. നോക്കട്ടെ, മുട്ടിട്ടില്ലേ ഇന്ന്? പാത്രത്തിൻ്റെ അടിയിലായിരിക്കും അല്ലേ? ഇവര് തുറന്നാലേ വിലക്കെ ഇങ്ങനെ ചാടിപ്പോവും. ഇങ്ങോട്ട് വരരുത് കേട്ടോ, അങ്ങോട്ട് പോയി. പൊട്ടെ 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 ഉണ്ട. അടിയിലൊക്കെ ആയിപ്പോയിണ്ടാവും ചിലപ്പോൾ കൂടിൻ്റെ. ഇതിപ്പോൾ 2 മുട്ടയുള്ളേ. അല്ല, ഇതാണ് പ്രശ്നം. കമ്പി കണ്ടോ? കമ്പി പൊട്ടി ഇതിൻ്റെ മേലെ കുപ്പായ കൊളുത്തി വലിയതുണ്ടോ? വെള്ളം ഞാൻ എടുത്തുതരാം ഇടയ്ക്കിട്ടോ. ഇന്നിപ്പോൾ 2 മുട്ട കിട്ടി. ഇവൽ അയച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക, മുട്ടയിടൽ കുറവാണ്. ഈ നാടൻ കോഴി നമ്മളെപ്പോഴും അയച്ചിടണം. അയച്ചിട്ടില്ലെങ്കിൽ മുട്ടയിടാൻ, മുട്ടയുടെ കാര്യം പിന്നെ ചോദിക്കന്നെ വേണ്ട, ഉണ്ടാവില്ല. ഇതൊന്നും കാണുന്നില്ല. മോള് പറിക്കണ്ട കേട്ടോ. മോള് പറിച്ചാൽ എന്താ സ്ഥിതി എന്നറിയോ? ഈ എന്നെ കണ്ണിൽ അടയും ഇവിടെയും മാന്തു, എനിക്ക് എരിയും. ആ അല്ല, പിന്നെന്തെല്ലാം വിശേഷം? എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെന്താ പറയുക, നമ്മൾ ചെറിയൊരു ഫാമിലീൻ്റേതായിട്ടുള്ള, ഞാനും എൻ്റെ മക്കളുള്ള ചെറിയ ചെറിയ വീഡിയോ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അഭിപ്രായവും കമൻറ്റിലായിട്ട് ഒക്കെ അറിയിക്കണം. പിന്നെ എന്താ പറയുക, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ നോക്കണേ. അങ്ങോട്ട് നിൽക്കി പോടാ. അങ്ങോട്ട് നിൽക്ക്. അല്ല, തട്ടി മറിക്കരുത് കേട്ടോ. തീറ്റയൊക്കെ കംപ്ലീറ്റ് കളി തീർത്തിട്ടുണ്ട്. പിന്നെ ചൂടല്ലേ, വെള്ളം ഇവർക്ക് നല്ലോണം വേണമല്ലോ. ഇന്നിപ്പോൾ ഒരു മുട്ടയാണ് കിട്ടിയത്. ഇന്നത്തേക്ക് ഇപ്പോൾ അത് പോരെ? തീറ്റ രാവിലെ വന്ന് നല്ലോണം ഇല്ലായിനോ? ഒക്കെ നിങ്ങൾ തിന്നില്ലേ? കാലിയായിട്ടൊന്നുമില്ലല്ലോ. ആ, ഫുള്ള് തട്ടി മറിച്ച് താഴത്തിട്ടതാ. പിന്നെ എങ്ങനെയാ? ഇവിടെ ആയിരുന്നോ നമ്മളേതാ ഈ വയലിൽ അവിടെ ഉണ്ട്. അവിടെ ഈ വയലിൻ്റെ അപ്പുറത്താ, ഇച്ചിരി അപ്പുറത്താട്ടോ. അവിടെ വലിയ പാർക്കൊക്കെ ഉണ്ട്. ഇനി നമ്മളെ അടുത്താണെങ്കിലും നമുക്ക് വലിയൊരു ചൂടില്ലാന്നേ ഉള്ളൂ. ഇതാ ഈ തോട്ടത്തിൻ്റെ അപ്പുറത്ത് വയലാട്ടോ. അപ്പോൾ പോവാ. ആ മുട്ടയോ? മുട്ട കിട്ടി. ഇതേ കിട്ടിയില്ലോ മുട്ട. ഇട്ടൂടാണ്ട് ഇനി വീണാ മുട്ടയും പൊട്ടു, ഈയും കൂട്ടോ. ആ, അപ്പം ഇന്നത്തെ വിസിറ്റ് കഴിഞ്ഞ് കോഴികളെ ഒരു വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. തീറ്റ രാവിലെ നമ്മളെ കോഴിയെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ ഒരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലേക്ക് വന്നതുകൊണ്ട് ഏതാ വേണ്ടാത്ത? ഈല പോവാ ഓളറിയാ വേണ്ടാന്ന്, എന്ത് വേണ്ടാന്ന്. ഇനി വെക്കോ? ഞാൻ പിടിക്കണോ മുട്ട? വെച്ച് പിടിക്കണോ? ആ, കയ്യാ പിടിക്കണ്ടേ? അപ്പം എന്താ പറയുക, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചിമ്പൻ ഒന്നുകൂടി നോക്കട്ടെ അവന് ഫുഡൊക്കെ കഴിച്ചോന്ന്. ഒക്കെ കഴിച്ചടാ, ഫുള്ള് കഴിക്കട്ടോ. എൻ്റെ അവിടെ കിടന്നോ, അവിടെ എവിടെയെങ്കിലും പോയിട്ട് നടക്ക്. കൈ പിടിക്കാനോ? ലുലുവോ? ലുലു റെഡി 1 2 3. അപ്പുറത്തൂടെ കഴിഞ്ഞടി. തീറ്റ ഇട്ടില്ല. ഈ ഇടുന്നില്ലേ തീറ്റ? ഏതായാലും ഞാൻ വെള്ളം എല്ലാത്തിലും വെച്ചു കൊടുത്തു. ഇനി ഇവിടെ വെള്ളം ഉണ്ടോ?